കണ്ണൂർ കണ്ണപുരത്ത് ബി.ജെ.പി. നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു നാരായണന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. സംഭവത്തിന് പിന്നിൽ CPM എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഫെലിക്സ് ഉണ്ട് വിശദവിവരങ്ങളുമായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇതിന് പിന്നിൽ CPM ആണ് എന്ന് ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭ്യമായോ? CCTV ദൃശ്യങ്ങളോ മറ്റോ? മോത്തി, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 കൂടിയാണ് ഈ ബോംബേർ നടന്നത്. കണ്ണപുരത്തെ ചെറുകുന്നാണ് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ. ചെറുകുന്നുള്ള BJPയുടെ കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു നാരായണന്റെ വീട്ടിന് നേരെ ആണ് ബോംബേർ ഉണ്ടായത്. ബോംബേറിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ ഷെയ്ഡിന്റെ ഭാഗം പൊട്ടി തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആ തൂണിന്റെ ഭാഗവും തകർന്നിട്ടുണ്ട്. ഒപ്പം ഈ ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് സംഭവം. ഒച്ച കേട്ട് വീട്ടിലെ ആളുകൾ ഓടി എത്തുന്ന സമയത്താണ് അവിടെ നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ആളുകൾ ഒക്കെയുണ്ട്. വലിയ പ്രതിഷേധം ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചേട്ടാ, നിങ്ങൾ കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് BJPയുടെ. എപ്പോഴാണ് ഈ സംഭവം? ഏകദേശം ഒരു 2:30 കൂടിയിട്ടാണ്. 2:30 കൂടിയിട്ട് ആണ് പിന്നെ ഇദ്ദേഹം എന്നെ രാത്രി തന്നെ വിളിക്കുകയായിരുന്നു. അതായത് വീട്ടിൽ നേരെ ബോംബ് എറിഞ്ഞ പോലെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ഞാനിത് പുറത്തേക്ക് ഇറങ്ങുന്നത് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റും ഞങ്ങൾ കുറച്ച് 4-5 ആൾക്കാർ ഓടിയെത്തുകയുണ്ടായത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥ കാണുന്നത്. നിലവിൽ ഇവിടെ ക്രിമിനൽ സംഘങ്ങൾ CPM കാണുന്നില്ലല്ലോ. നിലവിലെടുത്ത് CPM ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നല്ല സമാധാനപൂർവ്വം എല്ലാ 2 ഉത്സവങ്ങളും ഇവിടെ കഴിഞ്ഞു. ഗണേശോത്സവം കഴിഞ്ഞു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴൊന്നും നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രകടനം അതൊന്നും നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഈ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ അക്രമത്തിന് മൂർച്ച കൂട്ടുന്നതും CPM ആണ്. ഇവിടെ മിനിഞ്ഞാന്ന് നമ്മളൊരു RSSൻ്റെ 100ാം വാർഷികത്തിന് ഒരു ബോർഡ് വെച്ചിരുന്നു. അത് രാത്രിക്ക് ഇവർ എടുത്തുകൊണ്ട് പോയി. അത് CPM തന്നെ ഇതിന്. പക്ഷെ അതിന് പ്രതിഷേധമായിട്ട് നമ്മളൊന്നും സമാധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനൊരു പരാതി പോലും കൊടുത്തിട്ടില്ല. വേറെ ബോർഡ് വെക്കാമെന്നുള്ള തീരുമാനത്തിൽ അന്ന് എത്തിനി. ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ഈ പരിസരങ്ങളിലുണ്ട്. തൊട്ടപ്പുറത്താണ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ. അതായത് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് പരിസരത്തുള്ള ഒരു വീടിന് നേരെയാണ് ഈ പുലർച്ചെ 2:30 ബോംബേർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വേഗം പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആരാണ് അക്രമികളെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ ഈ ബോംബ് എറിയുന്നതിൻ്റെ മറ്റോ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ കണ്ണപുരം പോലീസ് നടത്തുന്നത്. ശരി, ഫെലിക്സ് ആണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്